പൊങ്കാലയുടെ തലേദിവസം വൈകുന്നേരം ഞങ്ങൾ ടൗണിലോട്ട് ഇറങ്ങി. പൊങ്കാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നല്ലോ. ചട്ടി, ഇഷ്ടിക, കയില്, അരി, ശർക്കര എല്ലാം തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടോ. അപ്പോൾ എല്ലാം റെഡിലി അവൈലബിൾ ആണ് ആ ടൗണിലൊക്കെ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇത്രയും ജനങ്ങൾ കൂടുന്ന ഒരു ഫെസ്റ്റിവൽ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ശരിക്കും നാട്ടിലൊക്കെ ഞാൻ ഉത്സവങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം ആളുകൾ കൂടുന്ന ഒരു ഉത്സവം ആദ്യമായിട്ടാണ്. അതും ലേഡീസ്, മെജോറിറ്റി ലേഡീസാണല്ലോ. റോഡ് സൈഡൊക്കെ ഫുള്ള് അലങ്കരിച്ച് നല്ല അടിപൊളി ലൈറ്റുകളും ഒക്കെ ആയിരുന്നു. പിന്നെ മ്യൂസിക് സിസ്റ്റമൊക്കെ നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. ഓരോ കവലയിലും നമ്മുടെ ദേവിയുടെ പാട്ടുകളും പിന്നെ കഥകളും, ആറ്റുകാലമ്മയുടെ കഥകളും ഒക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്ന് രാത്രി എനിക്ക് തോന്നുന്നു ആ റോഡ് ഒഴിഞ്ഞിട്ടില്ല, അതുപോലെ ആളുകളായിരുന്നു. ദൂരെ നിന്നൊക്കെ വന്നവരൊക്കെ അവിടെ തന്നെ സ്ഥലം ബുക്ക് ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒരിക്കലെടുക്കുമല്ലോ എല്ലാവരും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലെടുക്കുന്നതുകൊണ്ട് തന്നെ അരി ഭക്ഷണം ഇല്ലായിരുന്നു. ഉപ്പുമാവ്, ചപ്പാത്തി, കറി, പിന്നെ കപ്പപ്പുഴുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല, കാരണം എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ. ഇത്ര കിലോ അരി, ഇത്ര കിലോ ശർക്കര, നെയ്യ്, കാഷ്യൂനട്ട്, അതെല്ലാം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. തലേദിവസം രാത്രി എത്തിയിട്ടാണെങ്കിലും ഇതെല്ലാം വാങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ പൊങ്കാലയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാവുന്ന അതേ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ജാതിഭേദമന്യേ എല്ലാവരും സഹകരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ കൂടിയാട്ടോ. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഏത് ഭാഗത്തും ചെന്നാലും നമുക്ക് പൊങ്കാല അടപ്പ് ഇടാനുള്ള അവസരം ഒരുക്കി തരുവട്ടോ.